ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു ഗെറ്റ് റെഡി വിത്ത് ആണ് കേട്ടോ. നമുക്കിപ്പം ഗെറ്റ് റെഡി വിത്ത് മീ കുറച്ച് ദിവസമായിട്ട് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് അമ്പലത്തിലോട്ട് പോകാൻ സാധാരണ അമ്പലത്തിലൊക്കെ പോകാൻ നേരം എല്ലാവരും ഒരുങ്ങുന്നതിൻ്റെ തൊട്ട് തന്നെയാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഫേസ് വാഷ് ചെയ്തിട്ട് നല്ലൊരു കൺസീലർ ഫേസ് വാഷ് ചെയ്തിട്ട് ടോണർ അപ്ലൈ ചെയ്യാണ്. പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഓക്കെ, ഫേസ് ടോണർ അപ്ലൈ ചെയ്തിട്ട് നല്ലൊരു ടോണറാണ്. നെക്സ്റ്റ് ഞാനൊരു ലിപ് ബാമാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ ലിപ് ബാം ആരെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ എന്ന് പറയണം കേട്ടോ. കാരണം ഇത് യൂസ് ചെയ്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡാർക്ക് പിഗ്മെൻറ്റേഷൻ ലിപ്സിനൊക്കെ എനിക്ക് നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ ഒരു സിറം അപ്ലൈ ചെയ്യുന്നുണ്ട്. സിറം ഞാൻ ഡോട്ടിൻക്ക് ഞാൻ തോന്നുന്നു. ഞാൻ എൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നെക്സ്റ്റ് ഞാൻ ഒരു മോയ്സ്ചറൈസറാണ് അപ്ലൈ ചെയ്യുന്നത്. ഈ മോയ്സ്ചറൈസർ ഏതാണെന്ന് ചോദിക്കുന്നത് ഇപ്പം അത് സ്റ്റോക്കിലുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം പക്ഷേ നല്ലൊരു മോയ്സ്ചറൈസറായിരുന്നു. എന്താ ഇത് ഇവർ റീപ്രൊഡ്യൂസ് ചെയ്യാത്തതെന്ന് എനിക്ക് റീപ്രൊഡക്റ്റ് ചെയ്യാത്ത എന്താണെന്ന് എനിക്ക് അറിയാൻ വയ്യ കേട്ടോ. അപ്പം ഫേസിന് മോയ്സ്ചറൈസർ ഫുൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്ലൈ ചെയ്തിട്ട് ഒന്ന് സെറ്റ് ചെയ്യാൻ വിടുന്നുണ്ട്. കാരണം നൈറ്റിലാണ് പോകുന്നുണ്ട്. കാരണം ഇവിടെ ഒരു അമ്പലമുണ്ട്, ചെറിയ അമ്പലമാണ്. അമ്പലത്തിലൊന്ന് തൊഴാൻ പോയാണ് അവസാനത്തെ ദിവസം. അതുകൊണ്ട് ഒന്ന് തൊഴാൻ പോയാൽ ഇതെടുത്തിട്ട് കുറച്ച് ദിവസമായിട്ട് ഈ ഒരു വീഡിയോ എടുത്തിട്ട് ഞാൻ ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ എവിടെയെങ്കിലും ചെറുതായിട്ട് ഒരുപാട് മേക്കപ്പ് ഒന്നും ഇടാൻ ഇഷ്ടമില്ലാത്തവരൊക്കെ ഒരു കോമ്പാക്ട് പൗഡർ ഇതുപോലെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് പകലിലാണ് പോകുന്നെങ്കിൽ ഒരു സൺസ്ക്രീൻ, നല്ലൊരു സൺസ്ക്രീൻ നോക്കി യൂസ് ചെയ്യാം. സൺസ്ക്രീൻ ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് മസ്റ്റാണ്. അപ്പം നല്ലൊരു സൺസ്ക്രീനൊക്കെ വേണമെന്നുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ യൂസ് ചെയ്ത സൺസ്ക്രീൻ ഞാൻ അത്യാവശ്യം സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനത് പറയുന്നതായിരിക്കും. കോമ്പാക്ട് പൗഡർ ഞാൻ മെബലിൻ്റെയാണ്. കോമ്പാക്ട് പൗഡർ നക്ക് സ്ലിപ്പാവുന്നു. കോമ്പാക്ട് പൗഡർ അപ്ലൈ ചെയ്തിട്ട് ഫേസ് ഫുൾ ഞാൻ വേറെ ഫൗണ്ടേഷനോ കൺസീലറോ ഒന്നും ഞാൻ ഫേസിലിട്ടിട്ടില്ല. വെറും കോമ്പാക്ട് പൗഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. കാരണം ഇവിടെ വരെയുള്ള അമ്പലത്തിലാണ് പോകുന്നത്. ഒന്ന് ഐബ്രോസ് ഒന്ന് സെറ്റാക്കി വെക്കുന്നുണ്ട്. ഐബ്രോസ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ലൊരു ഐബ്രോ സെറ്റ് ചെയ്യുമ്പോഴും കണ്ണെഴുതുമ്പോഴും ഞാൻ ഓക്കെ ആവും. അപ്പോൾ ഇത് രണ്ട് നമ്മൾ കണ്ണെഴുതുന്നുണ്ട്. ഫേസ് കാനഡയാണ് ഈ ഒരു കാജൽ ഒന്ന് വാട്ടർ ലൈനിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ടൈറ്റ് ലൈനും കൂടി ചെയ്തിട്ടുണ്ട്. ലിപ്സ് ഒരു ചെറുതായിട്ടൊരു ചെറിയൊരു ലിപ് ബാം ഞാൻ നേരത്തെ യൂസ് ചെയ്ത ലിപ് ബാം ഞാൻ വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടാണ് ഒരു ലിപ്സ്റ്റിക്ക് ഇടുന്നത്. ഇത് ട്രാൻസ്ഫർ ആവുന്ന ലിപ്സ്റ്റിക്കായിട്ട് ഞാൻ പിന്നെ ഒന്ന് ഇട്ടെന്നേ ഉള്ളൂ. ചെറുതായിട്ട് ഇച്ചിരി കളർ ഇട്ടപ്പോൾ ഒന്ന് കൂടിപ്പോയതിൻ്റെ തൊട്ട് തോന്നി. അതുകൊണ്ട് ഇച്ചിരി ഞാൻ ഒന്ന് വൈപ്പ് ചെയ്തും കളയുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് ബ്ലഷ് ഇട്ടും കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ഒരു ബ്ലഷ് പോലെ ആ ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പ്ലമ്മിൻ്റെ അതെനിക്ക് തോന്നുന്നു കോറൽ സ്പേസ് അങ്ങനെ തന്നെ ഷെയ്ഡിൻ്റെ നെയിം എന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഹെയർ സെറ്റ് ചെയ്ത് ഫുൾ ഞാൻ ഹെയർ ഒന്ന് ഒത്തിരി നാളെ ശേഷം നടുക്കൂടെ ഒന്ന് വകപ്പെടുത്തിട്ട് നോക്കിയതാണ്. ഒന്ന് ഹെയർ ട്വിസ്റ്റ് ചെയ്ത് ഒന്ന് ക്ലിപ്പിട്ടു. അത്രേ ഉള്ളൂ. അമ്പലത്തിൽ പോയതുകൊണ്ട് ഒന്ന് ക്ലിപ്പ് ഇട്ടു. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോയിട്ട് ഞാൻ പോയിട്ട് തൊഴുതിട്ടേക്കാം. അപ്പം ഇതുപോലെ റെഡിയാകാൻ താല്പര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ, ലവ് യു ഓൾ.